എന്താ ലൈവിലേക്ക് അച്യുത ചാടലേ എന്നാലും പറഞ്ഞ പോലെ ഇന്നലെ ആൾ പറഞ്ഞു കേട്ടായിരുന്നു. അച്യുത നിൽക്കുന്ന ഹരിയാനയിലാണ്. ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എക്സിറ്റ് പോളുകൾ അത്ര പ്രതീക്ഷകൾക്ക് സാധൂകരിക്കുന്ന ഒന്നല്ല വന്നത്. ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണാൻ തുടങ്ങുന്നതിൻ്റെ 2 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അവിടെയും ആകാശത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പടപടാ നെഞ്ചിരിപ്പ് കേൾക്കാനുണ്ടോ? എങ്ങനെയാണ് ഒരുക്കങ്ങൾ? ഹാഷ്മി, വേണു, ഗോപി കൃഷ്ണൻ, ഈ ഹരിയാനയുടെ പൊതുവെ ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ വിജയപ്രതീക്ഷ വെച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. പക്ഷേ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് 6 മുതൽ 8 സീറ്റുകൾ വരെ NDA സംസ്ഥാനത്ത് നേടും, മറിച്ച് ഇന്ത്യ മുന്നണി 2 മുതൽ 4 സീറ്റ് വരെ നേടുമെന്നുമായിരുന്നു പ്രവചനം. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇന്ത്യ മുന്നണി തള്ളുന്നുണ്ട്. അത് സംസ്ഥാന ഘടകമടക്കമുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകമായിരുന്നാലും അവിടുത്തെ ആം ആദ്മിയുടെ ഘടകമായിരുന്നാലും പൂർണ്ണമായും തള്ളുന്നുണ്ട്. മറിച്ച് ഇവിടെ കാര്യമായ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു നേട്ടം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് വിഷയങ്ങൾ BJPക്കെതിരായി ഇവിടെ നിലനിന്നിരുന്നു. കർഷക സമരം, ഗുസ്തി സമരം, അഗ്നിപത്ത് പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയതും ഹരിയാന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ BJPക്കെതിരെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു പ്രചാരണ വാക്യം ഇന്ത്യ മുന്നണിക്ക് കണ്ടെത്തേണ്ടതില്ലായിരുന്നു. അത് ഉയർത്തി തന്നെയാണ് എല്ലാ റാലികളിലും എല്ലാ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും സംസാരിച്ചത്. രാഹുൽ ഗാന്ധി അടക്കം സംസ്ഥാനത്തെത്തി നടത്തിയ റാലികൾ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ അഗ്നിപത്തും കർഷക സമരങ്ങളും തന്നെയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. പക്ഷേ BJP ഇപ്പോഴും അവർ പങ്കുവയ്ക്കുന്ന ഒരു ആത്മവിശ്വാസം എന്നത് ഈ അവസാനം നടപ്പിലാക്കിയ പല ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ, സ്ത്രീകളെ സ്വാധീനിക്കുന്ന ചില പദ്ധതികൾ, ഇതെല്ലാം തന്നെ ഗ്രൗണ്ട് ലെവലിൽ അവർക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം BJP അവസാന ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സംഭവിച്ച ഒരു സംസ്ഥാനമാണ്. തുടക്കത്തിൽ മനോഹർലാൽ ഖട്ടർ സ്ഥാനമൊഴിയുന്നു, നയാബ് സിംഗ് സൈനി അധികാരത്തിലേക്ക് എത്തുന്നു. അത് ഈ ജാട്ടിതര OBC വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP ആ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയത്. ഒപ്പം തന്നെ JJP സഖ്യം ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് ഈ പിന്തുണ നൽകിയിരുന്ന 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ആ പിന്തുണ പിൻവലിക്കുന്നത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ ആ സർക്കാർ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആ പ്രതീക്ഷകൾ കൈവിടുന്നില്ല. മറിച്ച് ഇന്ത്യ മുന്നണി ഈ നേട്ടം കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ സംസ്ഥാനം അത് ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു വീറും വാശിയും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കാരണം ഇവിടെ കോൺഗ്രസും ആം ആദ്മിയുമാണ് മത്സരിക്കുന്നത്. കുരുക്ഷേത്രയിൽ ആം ആദ്മി മത്സരിക്കുന്നു, ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഭൂപേന്ദ്ര കൂട ആ ഹൂഡ കുടുംബത്തിന്റെ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കുമ്പോൾ പാർട്ടികളുടെ സംസ്ഥാന ഘടകം അച്യുതൻ, നമുക്ക് ഇനി വീണ്ടും വരും അച്യുതനിലേക്ക്. നമുക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ഇനി അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ആവശ്യമാണ്. നമ്മൾ വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന, തീ പാറുന്ന ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിജയൻ. യെസ്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, തൃശ്ശൂരിലെ കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒന്ന് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ല. അത് എന്താണ്, നമുക്കൊരു 9 മണിയോടുകൂടിയൊക്കെ അവിടുത്തെ ട്രെൻഡ് വരട്ടെ. അവിടെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കൃത്യമായി നടക്കുമല്ലോ അല്ലേ? തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു വിജയകുമാർ, ഗോപികൃഷ്ണൻ. എന്തായാലും തൃശ്ശൂരിൽ അവസാന മിനിറ്റുകളിലേക്ക്, അതായത് ഈ പെട്ടി പൊട്ടിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ പോലും ആ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. എന്താണ് തൃശ്ശൂരിലെ ജനവിധി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തീ പാറുന്ന പോരാട്ടം അത് തന്നെയാണ് ഈ കൗണ്ടിംഗ് സമയത്ത് നമുക്ക് പറയാനുള്ളത്. 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP സംബന്ധിച്ച് കേക്ക് ഉൾപ്പെടെ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയം പങ്കുവെക്കുന്നതിന് കേക്ക് ഉൾപ്പെടെ ഓർഡർ ചെയ്തു കഴിഞ്ഞു. LDFന് വന്നു കഴിഞ്ഞാൽ കണക്കുകൂട്ടലുകൾ ഊന്നി നിൽക്കുന്നു. LDF ക്യാമ്പ് UDF ക്യാമ്പും തികഞ്ഞ പ്രതീക്ഷയിലാണ്. K കരുണാകരന്റെ മകന് തൃശ്ശൂരിൽ അടിതെറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ചില നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, ആ നിയമസഭാ മണ്ഡലങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുത്തിൽ നിർണായകമാകുമെന്നുള്ളതാണ്. അതിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും ഒരുപോലെ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ LDFന് അവിടെ ഒപ്പത്തിനൊപ്പമെങ്കിലും എത്തണം, ഇല്ലെങ്കിൽ അടിതെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പുതുക്കാട്, മുല്ലൂരും നാട്ടികയിലും LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. അവിടെ ഒരു തിരിച്ചടി, അവിടെ ഒരു പിന്നോക്കം പോകുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ പുതുക്കാട് BJP പ്രതീക്ഷിക്കുന്നത് ഒപ്പത്തിനൊപ്പം, അതായത് 1ാം സ്ഥാനത്തെത്തുന്ന
നടത്തുന്ന LDF ആണെങ്കിൽ LDF-നൊപ്പമോ അല്ലെങ്കിൽ LDF-ന് മുന്നിലോ എത്താൻ കഴിയുമെന്നുള്ളതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 40,000-ത്തിലധികം വോട്ട് ഈ നിയമസഭയിൽ പുതുക്കാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒപ്പത്തിനൊപ്പം പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഗുരുവായൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP അവിടെ നേട്ടം പ്രതീക്ഷിക്കുന്നു. കരുവന്നൂർ ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുടയിൽ BJP നേട്ടം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 4 മണ്ഡലങ്ങളിൽ നേട്ടവും ബാക്കി മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിഞ്ഞാൽ ജയിച്ചു കയറാമെന്നുള്ളതാണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഇടത് കോട്ടയായിട്ടുള്ള 4 മണ്ഡലങ്ങൾ പുതുക്കാട്, ഒല്ലൂര്, നാട്ടിക തുടങ്ങി തീരദേശ മേഖല ഒപ്പം നിർത്താൻ കഴിയുമെന്നുള്ളതാണ് LDF-ന്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ സുനിൽകുമാർ വിജയപ്രതീക്ഷ കാണുന്നു. പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലങ്ങൾ എന്ന ഉറച്ച വിശ്വാസം, അതായത് പണ്ടും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം തന്നെ കഴിഞ്ഞ തവണ TN പ്രതാപന് 90,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറിയും TN പ്രതാപന് കിട്ടിയതിലും അധികം വലിയ ഭൂരിപക്ഷം കിട്ടും എന്ന് പരസ്യമായി കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കടന്നുകൂടാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. അങ്ങനെ 3 മുന്നണികളും വലിയ പ്രതീക്ഷ തൃശ്ശൂരിൽ വെക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷിംഗ് ഉൾപ്പെടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ തന്നെ തൃശ്ശൂരിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യ 1-2 ട്രെൻഡ്, അത് കഴിഞ്ഞ തവണ 3ാമത്തെ റൗണ്ടിൽ എത്തുന്ന സമയത്ത് അവിടെ സുരേഷ് ഗോപി 2ാമത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 3 റൗണ്ടുകൾ നിർണായകമാണ്. അതോടുകൂടി തന്നെ തൃശ്ശൂരിന്റെ ചിത്രം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 8 മണിയോടുകൂടി തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ലോക്സഭാ ആകാംക്ഷയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ അത്രയ്ക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എക്സിറ്റ് പോളുകൾക്കൊക്കെ അപ്പുറത്ത് ഈ പ്രചരണത്തിന് പോകുന്ന സമയത്തൊക്കെ അവിടെ ഇഞ്ചോടിഞ്ഞെന്ന് പറഞ്ഞാൽ കട്ടക്ക് കട്ടെന്ന് പറഞ്ഞാൽ തീപാറെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, ആരും ജയിച്ചു കയറാം എന്നൊരു ഒരു സാഹചര്യമുള്ള സ്ഥലമാണ് തൃശ്ശൂർ, അല്ലേ? അപ്പൊ അവിടെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോവാണ്. അപ്പോൾ തുറന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ EVM-കൾ ദീർഘനാളത്തെ, ഇപ്പോൾ 1ാം ഘട്ടം കഴിഞ്ഞ് EVM-കൾ ദീർഘനാളത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അത് കൺമിഴിക്കാൻ പോകുന്നു. അത് ജനാധിപത്യത്തിന്റെ പുലരിയിലേക്കാണ് അത് കൺപൊളിക്കുന്നത്. അപ്പോൾ EVM-കൾ കണ്ണു തുറക്കുമ്പോൾ രാജ്യം ഒന്നാകെ ആകാംക്ഷയുടെ പരകോടിയിൽ, ആകാംക്ഷയുടെ മുൾമുനയിലാണ്. ഉത്തർപ്രദേശിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ബീഹാറിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ, വങ്കനാട്ടിൽ, ബംഗാളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ബംഗാളിൽ, തെലങ്കാനയിൽ, കേരളത്തിൽ കാറ്റെങ്ങോട്ടേലൊക്കെ ഒരു മാറ്റിവീശലുണ്ടോ അടക്കമുള്ള രാഷ്ട്രീയ ആകാംക്ഷകൾക്ക് നാം മറുപടി വരാമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം ഇപ്പോൾ 6:15 ഇനിയിപ്പോ 1.25 മണിക്കൂർ അല്ലേ? 1.25 മണിക്കൂർ, കറക്റ്റ് 1.25 മണിക്കൂർ. അപ്പോൾ ഇതാ സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന വിവരം എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആലത്തൂർ സ്ട്രോങ് റൂം തുറന്നു, പാലക്കാട് സ്ട്രോങ് റൂം തുറന്നിട്ടുണ്ട്, കാസർഗോഡ്, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ. അങ്ങനെ അപ്പോൾ എന്താണ് കൗണ്ടിങ്ങിന്റെ ആദ്യ നടപടി, വോട്ടെണ്ണലിന്റെ ആദ്യ നടപടിയാണ് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുക. അതിനുശേഷം നിർദ്ദേശം കിട്ടുന്ന സമയത്ത് EVM-കൾ ഈ കൗണ്ടിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരിക. അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരോടൊപ്പം കൗണ്ടിംഗ് ഏജന്റുമാരുണ്ടാവുക. ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതികളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ കുറെ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കുമെന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് അത്തരം നടപടിക്രമം ഒരു കുറെ കൂടി ജാഗ്രത അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പരാതികൾ വന്നാൽ അത് രേഖാമൂലം എഴുതി മേടിക്കണമെന്നാണ് ഈ പോളിംഗ് ഉദ്യോഗസ്ഥരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന. വാക്കാലുള്ള പരാതികൾ അവഗണിക്കുക, പരാതിയുള്ളവരിൽ നിന്ന് രേഖാമൂലം എഴുതി വാങ്ങണം എന്ന നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ആദ്യം തപാൽ വോട്ടുകൾ എണ്ണും, തൊട്ടു പിന്നാലെ അതിനൊപ്പം തന്നെ സമാന്തരമായി തന്നെ EVM-ലെ വോട്ടുകളും എണ്ണി തുടങ്ങും. എന്ന് വെച്ചാൽ ഒരു 8-8:15 ആകുമ്പോഴേക്കും നമുക്ക് ആദ്യ സൂചനകൾ വരും. ചിലപ്പോൾ തപാൽ വോട്ടുകളുടെ സൂചനകൾ അതിനു മുമ്പ് വരും. പിന്നീട് അങ്ങോട്ട് വിവരങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ്. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു, കേരളം എവിടേക്ക് പോകുന്നു, ആര് എവിടെ എങ്ങനെ, ആരൊക്കെ മുന്നിൽ ആരൊക്കെ പിന്നിൽ, ഏതൊക്കെ വൻമരങ്ങൾ വീഴും, അപ്രതീക്ഷിതമായി ആരൊക്കെ ഉദിച്ചുയരും എന്നതൊക്കെ അടുത്ത 1-2 മണിക്കൂറുകളിൽ അറിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഏത് മണ്ഡലത്തിലേക്കാണ് പോകുന്നത്? നമ്മൾ നേരെ ആറ്റിങ്ങലിലേക്ക് പോകുന്നു. അതിന് മുമ്പ് തിരുവനന്തപുരത്ത് സ്ട്രോങ് റൂമുകൾ തുറന്നു, എറണാകുളത്ത് സ്ട്രോങ് റൂം തുറക്കുന്നു, കാസർഗോഡ് സ്ട്രോങ് റൂം തുറന്നു, ആലത്തൂരിൽ റൂം തുറന്നു, പാലക്കാട് റൂം തുറന്നു, തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങി. പൊന്നാനി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ കേന്ദ്രമായ തിരൂർ SSM പോളിടെക്നിക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ, അതിന്റെ സജീവതയിൽ രാവിലെ തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല തുടങ്ങുകയാണ്. ഏതെങ്കിലും തരത്തിൽ വൈകലുകളോ ലേറ്റ് ആവലുകളോ എവിടെയും ഉണ്ടാവില്ലെന്ന് തന്നെ കരുതും. നമ്മൾ നേരെ ആറ്റിങ്ങലിലേക്ക് പോകുമ്പോൾ ആറ്റിങ്ങലിൽ നിൽക്കുന്നത് സലീം മാലിക്കാണ്. സലീം, ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങൽ ഇങ്ങനെ വല്ലാത്ത ഒരു ആകാംക്ഷാ കേന്ദ്രമാകാൻ കാരണം എക്സിറ്റ് പോളുകളുടെ ഒടുക്കം എന്താണ് 1 മുതൽ 4 വരെ BJPക്ക് പറഞ്ഞ സീറ്റുകളിൽ 1 ആറ്റിങ്ങലാണ്. അത് കിട്ടി V മുരളീധരൻ പോലും ഞെട്ടി എന്നാണ് പറയുന്നത്. എന്താ അതെന്തും ആയിക്കോട്ടെ, അല്പസമയത്തിനകം പറയാം. അതായത് ഈ കാണുന്ന എറണാകുളത്തെ സ്ട്രോങ് റൂം തുറക്കുന്ന വിഷയമാണ്.
എറണാകുളത്തും തിരുവനന്തപുരത്തും എന്താണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സ്ട്രോങ് റൂമുകൾ തുറന്നു തുടങ്ങിയിരിക്കുന്നു. അതിനുള്ളിലിരിക്കുന്ന EVM-കൾ വെറും മെഷീനുകളല്ല, അത് രാജ്യത്തിന്റെ ഹൃദയങ്ങളാണ്. പടപടാന്ന് പിടിക്കുന്ന രാജ്യത്തിന്റെ ഹൃദയങ്ങളാണ് ആ EVM-കൾ. അല്പസമയത്തിനകം അത് ടേബിളുകളിലേക്ക് എത്താൻ പോകുന്നു. അതിനുശേഷം അത് കൺതുറക്കാൻ പോകുന്നു. കൺതുറക്കുന്നത് ജനാധിപത്യത്തിൽ അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന ജനവിധിയിലേക്കാണ് EVM-കളുടെ കണ്ണുതുറപ്പ്. സലിം മാലിക്കിലേക്ക്. സലിം, ഞാൻ ചോദിച്ചു വന്നത്, ആറ്റിങ്ങലിൽ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നു. ആറ്റിങ്ങലിൽ ആകാംക്ഷയുടെ അങ്ങേയറ്റമാണ്. എല്ലാ കാര്യങ്ങളും പക്ക സെറ്റല്ലേ സലിം? ഹാഷ്മി, ഉറപ്പായും ആറ്റിങ്ങൽ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരവും ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും സ്ട്രോങ് റൂമുകളും വോട്ടെണ്ണലുമൊക്കെ ഏറെക്കുറെ മാറിവാനിയസ് വിദ്യാഭവനിൽ തന്നെയാണ്. വിദ്യാഭവനിലുള്ള തിയോഫിലിയസ് ട്രെയിനിങ് സെന്ററിലാണ് സ്ട്രോങ് റൂമുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് തുറന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുക്കങ്ങൾ സമ്പൂർണ്ണമാണ്, പൂർണ്ണ സജ്ജമാണ്. അത് ഈ വോട്ട് എണ്ണുന്നതിനും മറ്റുമായുള്ള ഒരുക്കങ്ങളൊപ്പം തന്നെ പോലീസ് വിന്യാസമൊക്കെ സജ്ജമാണ്. മാത്രമല്ല നമ്മളും അത് ആറ്റിങ്ങലിൽ റിസൾട്ട് ഏറ്റവും ആദ്യം എത്തിക്കാൻ സജ്ജമായി തന്നെയാണുള്ളത്. കാരണം ഈ കൗണ്ടിംഗ് സെന്റർ മാർബസോലിയസ് കോളേജിൽ അല്ലെ അമ്യൂണിറ്റി സെന്ററിലാണ് ക്രമീകരിച്ചിരിക്കുന്ന ആറ്റിങ്ങലിലെ ഈ കൗണ്ടിംഗ് സെന്ററുകൾ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാന നിമിഷം വരെയും ഈ റിസൾട്ട് പിടിതരാതെ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല അവിടെ ഈ റിസൾട്ട് വരുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ റിസൾട്ട് വരുന്ന ഒരു മണ്ഡലമായി മാറുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും ശക്തമായ ഒരു ത്രികോണ പോരാട്ടം ആറ്റിങ്ങലിൽ നടന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അതിനൊരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ പിന്നീട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോളുകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മുന്നണികളുടെ നെഞ്ചെടുപ്പേറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം കേരളത്തിൽ 3 സീറ്റ് വരെ BJPക്ക് പ്രവചിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിലെ 3ാം സീറ്റായി ആറ്റിങ്ങലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ ആവേശം ആറ്റിങ്ങലിലെ മണ്ഡലത്തിലുണ്ട്. അതിന്റെ വോട്ടെണ്ണലും സ്വാഭാവികമായി ഉണ്ടാകും. അതുകൊണ്ട് ആദ്യ ട്രെൻഡുകൾ മുതൽ തന്നെ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം അത് എവിടേക്ക് പോകും എന്നത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും നെടുമങ്ങാട്, അരുവിക്കര എന്നീ മണ്ഡലങ്ങളിലെ വോട്ടുകളിലാണ് UDF കണ്ണുവയ്ക്കുന്നത്. അവിടെ ഒരു വലിയ ലീഡ് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ ചിറയൻകീഴ്, വർക്കല എന്നീ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായ A സമ്പത്ത് ലീഡ് ചെയ്തത്. ഇത്തവണ അവിടെ വലിയൊരു ലീഡ് ബിജോയി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2 മണ്ഡലങ്ങളെയും ഈ പ്രതീക്ഷിക്കുന്ന UDF പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളിലും UDF-നും LDF പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളിലും LDF-ഉം വലിയൊരു ലീഡിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ ടാലിയാക്കാൻ പോകുന്നത് ഏത് മണ്ഡലത്തിൽ നിന്നായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കാട്ടാക്കടയും നെടുമങ്ങാടും വാമനപുരവും ഒക്കെ ഉള്ള മണ്ഡലത്തിൽ അവിടെ ഏതു നിലയിലേക്ക് ലീഡ് നില പോകും എന്നുള്ളതൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെ പോകാനും നമുക്ക് സാധിക്കും. നിലവിൽ ഇവിടെ ആദ്യം എണ്ണുക വോട്ടെണ്ണൽ ആദ്യം കാപ്പിൽ, പാലച്ചിറ, വിളവൂർക്കൽ, തേവൻപാറ, കായ്ക്കര, കരിച്ചിറ, അലന്തറ ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആദ്യ വോട്ടുകൾ എണ്ണുക. അതോടുകൂടി അതൊരു ട്രെൻഡിന്റെ സൂചനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികം നമുക്ക് ആദ്യ റൗണ്ടിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. 8:30യോടുകൂടി പോസ്റ്റൽ വോട്ടുകളും നിലവിലുള്ള മറ്റു വോട്ടുകളും എണ്ണി തീർന്നാൽ ഈ ടേബിൾ വോട്ടുകളിലേക്ക് എണ്ണി തുടങ്ങും. ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ട്രെൻഡ് എന്താണ് എന്ന് അറിയാനും കഴിയും. ഒരേ സമയം നിയമസഭാ മണ്ഡലങ്ങളെല്ലാം ഒന്നിച്ച് തന്നെ എണ്ണുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങോട്ട് ഇത് പോകുന്നു, ഈ ട്രെൻഡ് എങ്ങോട്ട് പോകുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ ഈ 3 സ്ഥാനാർത്ഥികളും ഇവിടേക്ക് തന്നെ എത്തും, ഈ കൗണ്ടിംഗ് സെന്ററിലേക്ക് തന്നെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശിനെയും ബിജോയിയെയും സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പുകളിൽ ഇതുവരെയും പരാജയം നേരിട്ടിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബിജോയിയെ സംബന്ധിച്ചിടത്തോളം UDF കോട്ടകൾ പൊളിച്ചു ശീലമുള്ള ആളാണ്. നിരന്തരമായി വർക്കല കഹാർ ജയിച്ചു വന്നിരുന്ന വർക്കല മണ്ഡലത്തിൽ വർക്കല കഹാറിനെ തറപറ്റിച്ചാണ് ബിജോയ് നിയമസഭയിലേക്ക് എത്തിയത്. അതിനു മുൻപ് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ജോയിയാണോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. നേരത്തെ എന്താണ് ജോയിയും അടൂർ പ്രകാശും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് എന്ന് പറഞ്ഞെടുത്തതെന്നാണ് എക്സിറ്റ് പോളിലേക്ക് എത്തുമ്പോഴേക്കും അത് കടുത്ത ത്രികോണ പോരാട്ടമാണ്. ഒരുപക്ഷെ BJP അവിടെ സീറ്റ് പിടിച്ചേക്കാം, അവരുടെ 4ാമതോ 3ാമതോ സീറ്റ് പിടിച്ചേക്കാം എന്നൊക്കെ ആക്സിസ് ഇന്ത്യ പറയും. നമുക്കറിയില്ല. എക്സിറ്റ് പോൾ എക്സാക്ട് പോളുകളായതും അല്ലാത്തതുമായ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും സ്ട്രോങ് റൂമുകൾ പല സ്ഥലങ്ങളിലും എണ്ണി തുടങ്ങുകയാണ്. കൊച്ചിയിൽ കൗണ്ടിംഗ് സെന്ററിലേക്ക് മെഷീൻ ഇറക്കുന്നു. പല സ്ഥലങ്ങളിലും കൗണ്ടിംഗ് സെന്ററിലേക്ക് മെഷീൻ ഇറക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഈ മാജിക് സ്ക്രീനിലേക്ക് ഒരൊറ്റ നോട്ടത്തിൽ നോക്കിയാൽ മറ്റ് യാതൊരു ക്ലാരിറ്റി കുറവില്ലാതെ കാര്യങ്ങൾ വളരെ ഭംഗിയായി വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന മാജിക് സ്ക്രീനാണ്. ഏറ്റവും ടോപ്പ് ടാലിയിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന ജനവിധിയിൽ 543 NDA എത്ര, ഇന്ത്യ എത്ര, മറ്റുള്ളവർ എത്ര എന്നുള്ള കണക്ക് കൃത്യമായി അറിയാൻ കഴിയും. തൊട്ടുതാഴെ കേരളത്തിൽ UDF എത്ര, LDF എത്ര, NDA എത്ര എന്നറിയാൻ കഴിയുന്നു. തൊട്ടുതാഴെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ആരാര് എപ്പോ ഏതൊക്കെ ദിശയിൽ ഏത് സമയത്ത് മുന്നേറുന്നു എന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന 20 കോളങ്ങൾ. തൊട്ടപ്പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ്
അപ്ഡേറ്റ് എന്തൊക്കെയാണ് സ്പന്ദനം എന്ന് കൃത്യമായി അറിയാൻ പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ NDAക്ക് ഒരു സീറ്റ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പേ. ക്ലാസ്സിൽ കയറാത്ത ചില പ്രേക്ഷകരാണ്, പണ്ട് ക്ലാസ്സിൽ കയറാത്ത പ്രേക്ഷകർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സൂറത്തിൽ BJPയുടെ ഒരു സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ നിലേഷ് കുംബാനി എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് പത്രിക പിൻവലിച്ചതോടുകൂടി അവിടെ ജയിച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് സൂറത്തിൽ എതിരില്ലാതെ ഒരു NDA സ്ഥാനം തെരഞ്ഞെടുക്കപ്പെട്ടതാണ് NDAയുടെ 1 എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായും 543 കണക്കിലേക്ക് വരുമ്പോൾ അത് 1 അവിടെ എന്തായാലും വരണമല്ലോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാജ്യത്തിന്റെ ചങ്കിടിപ്പ്, രാഷ്ട്രീയ നെഞ്ചിടിപ്പ് അതിന്റെ പരമാവധിയിലേക്ക് ഉയരുന്ന സമയം ഇപ്പോൾ 6:21. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ മാത്രമാണ് പോളിംഗ് ബൂത്തുകളിൽ അല്ലെങ്കിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ EVM എടുക്കാൻ പോകുന്നത്. നമ്മൾ നേരെ വടകരയിലേക്ക് പോകുന്നു. വടകരയിൽ മിഥില ബാലനാണ്. മിഥില, വടകര എന്ന് പറയുന്നത് വോട്ടെണ്ണൽ മാത്രമല്ല, വോട്ടെണ്ണി കഴിയുമ്പോഴും അവിടെ ചില ആശങ്കകളൊക്കെ ഉണ്ട്. അത് പോട്ടെ, അവിടെ ഒന്നും സംഭവിക്കില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കാര്യങ്ങൾ സമാധാനപൂർവ്വമായി പുരോഗമിക്കുമെന്ന് നമുക്ക് കരുതാം. വടകരയിലെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? കാര്യങ്ങൾ സെറ്റല്ലേ ഇതില? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വടകരയിലെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പറഞ്ഞതുപോലെ തന്നെ സമാധാനപരമായി തന്നെ ഈ കൗണ്ടിങ്ങിന് ശേഷവും സമാധാനപരമായി തന്നെ വടകരയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. സമാധാന പ്രശ്നം അവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൗത്യമാണ്. MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട്. ഇനി വടകരയുടെ ഒരു രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും ഈ പോളിംഗിന് ശേഷവും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം, വിവിധങ്ങളായ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരു മണ്ഡലം. അത് സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്തിയത് മുതൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു മണ്ഡലം. കേരളത്തിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ശക്തമായ മത്സരം നടന്ന ഒരു മണ്ഡലം. നിലവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ തലശ്ശേരി മാത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മാത്രമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ലീഡുണ്ടായിരുന്നത്. അത് 11,469 ആ ലീഡ്. മറ്റിടങ്ങളിലെല്ലാം തന്നെ LDFന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം UDF ആയിരുന്നു വലിയ രീതിയിൽ ലീഡ് ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്നത്. ഇത്തവണയും അവർ പ്രതീക്ഷ വെക്കുന്നത്, UDFനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെക്കുന്നത് തലശ്ശേരി ഒഴികെയുള്ള മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച രീതിയിൽ ഭൂരിപക്ഷം ലഭിക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ ഒരു മണ്ഡലം, 38% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ, നിയമസഭാ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ LDFനെ അനുകൂലിച്ച ഒരു വിജയക്കണക്കാണ് ഇവിടെ നിന്നും പറയാനുള്ളത്. തലശ്ശേരി മാത്രമായിരുന്നു, വടകര മാത്രമായിരുന്നു UDFനെ സംബന്ധിച്ചിടത്തോളം ലീഡുണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ ലീഡ് നമുക്കറിയാം, RMPIന്റെ KK രമ MLA 7,491 വോട്ടിൻ്റെ ഒരു ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ LDF ആണ് ലീഡ് ചെയ്തത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഒരു പ്രതീക്ഷ എന്നത് കഴിഞ്ഞ തവണ 84,663 വോട്ടിനാണ് K മുരളീധരൻ ഇവിടെ നിന്നും ജയിച്ചത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അവർ വെക്കുന്ന ഒരു പ്രതീക്ഷ 50,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ, ഇടതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 25,000-ന് മുകളിൽ അവരും പ്രതീക്ഷ വെക്കുന്നുണ്ട്. എന്തുതന്നെയായാലും വലത് മുന്നണികൾ ശക്തമായ മത്സരം നടന്നു നമ്മൾ കണ്ടതാണ്. ആൾക്കൂട്ടം ഇറങ്ങിയുള്ള സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇറങ്ങിയുള്ള മത്സരമായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആ ആളുകളെല്ലാം തന്നെ വോട്ടാകും എന്ന പ്രതീക്ഷയിൽ അവസാന നിമിഷവും നമ്മൾ സ്ഥാനാർത്ഥികളുടെ പ്രതികരണം തേടിയപ്പോൾ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് KK ശരി. എന്തായാലും വടകര തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മാത്രമല്ല അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ ചർച്ചയാവുകയാണ്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അവിടെ ADGP അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വടകരയിൽ അങ്ങനത്തെ ഒരു ആശങ്ക കൂടി ഉണ്ടല്ലേ? ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതെ.